നോക്കി, അവള് നമ്മുടെ ശൈലമാണെന്ന് തോന്നുന്നേ ഇല്ല. പിന്നെ ആരടി ഇവള്? കണ്ടാ തന്നെ അറിഞ്ഞൂടെ? ദാക്ഷായണി, അവള് യഥാർത്ഥ നാഗിനിയായിരിക്കുമോ? അതെ കൃഷ്ണേ, ഈ മകുടിനാദത്തിനനുസരിച്ച് അവൾ ആടുന്നത് നോക്കൂ. ഇതെല്ലാം കാണുമ്പോൾ അവൾ നാഗറാണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മകുടി ഊതൊന്നൊന്ന് നിർത്തുവോ? ഇതൊന്നും കാണാനുള്ള ശക്തി എനിക്കില്ല. ആരും നിർത്തണ്ട. ഇനിയും അധികം ശബ്ദത്തിൽ ഊത്. അപ്പൊ എല്ലാത്തിന്റെ ഉത്തരം നമുക്ക് ലഭിക്കും. ഇവളിങ്ങനെ കിടന്ന് ആടുന്നത് കാണുമ്പോ ഇവൾ നാഗറാണി തന്നെയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവളെന്താ പിന്നെയും പാമ്പന്റെ രൂപത്തിലേക്ക് മാറാത്തത്? അയ്യോ, ഏയ് ഒന്നിങ്ങ എഴുന്നേറ്റേ. ഏയ് എഴുന്നേക്ക് അങ്ങോട്ട്. എഴുന്നേൽക്ക്, എനിക്ക് ഡാൻസ് ചെയ്യണമെന്ന്. അയ്യോ, എന്തിനു കൊള്ള ഇവരെയൊക്കെ. ആർക്കും ഒരു എനർജിയും ഇല്ല. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീണ് കിടന്നാൽ എങ്ങനെയാ? ഒരു കാര്യം ചെയ്യാം, റെസ്റ്റ് എടുത്ത് വായിക്കാം. എഴുന്നേൽക്കുന്നേ. ശിവാനി, എന്താ മോളെ ഇത്? നീ എന്തൊക്കെയാ ചെയ്യുന്നത്? അതമ്മേ, ഞാൻ റൂമിലിരുന്നേ ശിവഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ മകുടി ശബ്ദം കേട്ടത്. ശിവതാണ്ഡവം ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡാൻസ് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. അത്രേ ഉള്ളൂ. എന്താ അങ്കിൾ ഇത്? പ്രോഗ്രാമേ ശരിയില്ലല്ലോ. അല്ല ചെറിയച്ച, ഇവരൊക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? വീട്ടിലേക്ക് ഒരു പാമ്പ് വന്നായിരുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ വിളിപ്പിച്ചത്. ഓ ആണോ? ഞാൻ വിചാരിച്ചു ഹിമാലയത്തിലുള്ളപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് നാഗസ്വാമികളെ ശിവതാണ്ഡവം ആടാറുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആണെന്നാ വിചാരിച്ചത്. അയ്യോ പാവങ്ങള്, നിങ്ങളൊക്കെ പാമ്പിനെ പിടിക്കാൻ വന്നതാണോ? സമയം ഇത്രയായിട്ടും എന്തൊരു കഷ്ടപ്പാടല്ലേ നിങ്ങൾക്ക്. എണീക്ക്, വാ ചേട്ടാ, എഴുന്നേക്ക്. ഇവർക്കൊക്കെ കാശ് കൊടുത്ത് പെട്ടെന്ന് തന്നെ പറഞ്ഞു വരണം, ഇല്ലെങ്കിൽ ഇതിലും വലിയ പണി കിട്ടും. നിങ്ങളെയൊക്കെ കാണുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞ പാവം തോന്നുക. ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടായല്ലേ. ശിവാനി, ദാ ലോക്കറി കാശിരിപ്പുണ്ട്, അതിന് കുറച്ചെടുത്തോണ്ട് ഇവർക്കൊക്കെ കൊടുക്ക. അമ്മേ, ഞാനോ? ആ അതെ, നീ ഈ വീട്ടിലെ മരുമകളല്ലേ, നീ തന്നെ കൊണ്ടുപോയി കൊടുക്ക. ശരി. വരുന്ന 100 രൂപയ്ക്ക് 1000 രൂപയുടെ ആക്ടിങ് വേണം. ഇതൊക്കെ അവർക്ക് തന്നെ അങ്ങ് ചെയ്താ പോരെ. ഞാനാണെങ്കിൽ ഡാൻസ് ഒക്കെ ചെയ്ത് ആകെ ക്ഷീണിച്ചു പോയി. ഇനിയിപ്പൊ ഇതും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞാ അത് ഇത്ര സ്റ്റെപ്പ് കയറി വന്നിട്ട്. ഓ ഇത് വേറെ. പണം, സ്വർണം.
മുതലാളി, ഈ വീട്ടിനകത്തങ്ങ് ഒരു പാമ്പില്ലെന്ന് തോന്നുന്നേ. ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും നേരം കൊണ്ട് പുറത്തേക്ക് വരേണ്ടതല്ലേ? അല്ല, ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് പാമ്പ് വന്നാ നമ്മൾ എന്ത് ചെയ്യും? ശിവാനി കാശ് കൊണ്ടുവരാൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. അവൾക്ക് ലോക്കർ തുറക്കാൻ മനസ്സിലായോ ആവോ? ചെല്ലു മോളെ, പോയി അവളെ കൂട്ടിക്കൊണ്ടുവാ. ആ ശരിയമ്മേ. പങ്കു, എന്താടി ഇത്? അർദ്ധരാത്രിയില് പിശാചുക്കൾ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള ടാസ്ക് തരുമോ? ഇന്ന് പാമ്പിനെ പിടിക്കുന്നു, നാളെ ആനയെ പിടിക്കാനുള്ള ടാസ്ക് തരുമോ? അയ്യോ അയ്യോ ശിവാനി, ശിവാനി എന്തു പറ്റി മോളെ? എണീക്ക് മോളെ. എന്തു പറ്റി മോളെ? അത് ഇതിന്റെ ഡോറ് കുറച്ച് ടൈറ്റ് ആയിരുന്നേ. അത് തുറന്നപ്പോ തലയിൽ വന്നിടിച്ചു, ഞാൻ വീണുപോയി. അല്ലമ്മേ, ഇത്രയും സ്വർണ്ണം പണമൊക്കെ ബാങ്കിൽ വെക്കാതെ ഇവിടെ വെച്ചത് എന്തിനാ? എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? വീട്ടിൽ പണം സൂക്ഷിക്കുന്ന നിനക്കും അറിയാവുന്നതല്ലേ? അറിയാലോ, എനിക്കറിയുന്ന കാര്യം തന്നെയാണ്. അവർക്ക് പൈസ കൊടുക്കണ്ടേ അല്ലേ? എത്ര കൊടുക്കണ്ടേ? 500 കൊടുക്കാം അല്ലേ? 500 രൂപയല്ല, 2000 ഒരു കെട്ടെടുത്തു. 2000 രൂപയുടെ കെട്ട് തന്നെ വേണോ? ആ. ഓ, ഈ പൈസ അവർക്ക് കൊടുത്തിട്ട് ബെസ്റ്റ് പെർഫോമർ ആവാനുള്ള പ്ലാൻ ആയിരിക്കും. കൊള്ളാം കൊള്ളാം. പുറത്തേക്ക് പോയിട്ട് ഞാൻ തന്നെ അവർക്ക് പൈസ കൊടുത്ത് ഞാൻ തന്നെ ബെസ്റ്റ് പെർഫോമറും എല്ലാ സ്കോറും ഞാൻ തന്നെ വാങ്ങിക്കോളാം. പക്ഷേ ഈ പൈസ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മനസ്സ് വരുന്നില്ലല്ലോ. എടുക്കും മോളെ. വാങ്ങിച്ചോളൂ. എല്ലാരും വീതിച്ചെടുത്തോളാം കേട്ടല്ലോ. ആ ശരി. പിന്നെ കുറച്ചധികം പൈസ തന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഡാൻസ് ചെയ്യാൻ തോന്നുമ്പോഴേ ഞാൻ നിങ്ങളെ വിളിച്ചോളാം. അപ്പൊ നല്ല ഫുൾ എനർജിയിൽ വരണം. ശരി. അയ്യോ, ഡാൻസ് ചെയ്ത് ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി. കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് തന്നെ മകുടി ഊതി. എന്നാലും അവർക്ക് 2000 ഒരു കെട്ടങ്ങ്. 0 പോയി ജ്യൂസ് എടുത്തിട്ട്. നിന്നെയൊക്കെ നിനക്കൊന്നും തോന്നില്ലേ? നീ ഇവിടെ പോത്ത് പോലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നില്ലേ? പിന്നെ മകളുടെ ശബ്ദം കേട്ടപ്പോ ഒരു ബോധമില്ലാതെ പോയി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നല്ലോ. നിന്നോടൊക്കെ ഞാൻ എന്താ പറയണ്ടത്? ഹലോ, അതുകൊണ്ടാ നീ 0 ആയതും ഞാൻ ഹീറോയിൻ ആയതും. മന്ത്രസ്വരം, തന്ത്രസ്വരം, പ്രേമസ്വരം, നാഗസ്വരം, ഇതൊക്കെ സ്വരകന്യകമാരാണ്. ഇതൊക്കെ മനസ്സിലാവണമെങ്കിലേ ഒന്നുകിൽ കലാകാരനായിരിക്കണം, അല്ലെങ്കിൽ കലാസ്വാദകനായിരിക്കണം. നീ ഇതിൽ രണ്ടിലും പെടില്ലല്ലോ, അതുകൊണ്ടാ നിനക്ക് ഇതൊന്നും മനസ്സിലാവാത്തത്. അവിടെ നിന്നും പെട്ടെന്നൊരു മ്യൂസിക് കേട്ടു. അത് കേട്ടിട്ടേ അവിടെ ഉണ്ടായിരുന്ന ആരും ഡാൻസ് കളിച്ചില്ല. എന്താന്ന് വെച്ചാല് അവർക്കാർക്കും കപ്പാസിറ്റി ഇല്ലല്ലോ. ഞാനാണ് അവിടെ ചെന്ന് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്കോർ കൂടുതൽ കിട്ടും. അതുകൊണ്ടല്ലേ എനിക്ക് ഇത്രയ്ക്ക് അസൂയ എന്നോട്. നീയും കണ്ടതല്ലേ ഞാൻ എങ്ങനെയാ ഡാൻസ് ചെയ്തതെന്ന്. ഉറക്കത്തിന്ന് എഴുന്നേറ്റിട്ടാണ് ഞാൻ പെർഫോം ചെയ്തത്. അതാണ് എന്റെ ക്രിയേറ്റിവിറ്റി. ഞാനത് ആർക്കായി പറഞ്ഞു കൊടുക്കുന്നത്? ഇതിനേക്കാളും ഭേദം പോയി ചാവുന്നത്. ഇപ്പൊ നീ പോയി ചാവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ടൈറ്റില് വിന്നാവുമല്ലോ. അപ്പോ അത് കണ്ട് അസൂയ മൂത്ത് നീ മരിച്ചോളൂ. അപ്പോഴേ എനിക്ക് സമാധാനം കിട്ടും. ജയിക്കാൻ പോകുന്നത് ഞാനാ, ഈ ശൈലുവാ. ഗുഡ് നൈറ്റ്. പിന്നെ സ്വപ്നത്തില് ഈ ശൈലു ടൈറ്റിൽ വിന്നറായിട്ട് ഷീൽഡും പിടിച്ച് പ്രസ് മീറ്റ് നടത്തുന്നുണ്ടാവും. അപ്പൊ നീ ദൂരെ നിന്നിട്ട് എന്നെ നോക്കിയിട്ട് ശൈലു, അതെ ശൈലു എന്ന് വിളിച്ചു കൂവും. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് മുഖം തിരിച്ചങ്ങ് നടക്കും. നോക്കിക്കോ നീ.
വന്നാൽ നമുക്കെന്താ, നാഗറാണി വന്നാൽ നമുക്കെന്താ, നാഗരാജം വന്നാൽ നമുക്കെന്താ, ഞാനും ഒരു നാഗമാ. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ ഇവിടെ? അവിടെ കോടിക്കണക്കിന് പണം, കിലോ കണക്കിന് സ്വർണ്ണമുണ്ട്. എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? അമ്മായി, ഞാൻ ഈ വീട്ടിലെ ഷെൽഫ് തുറന്നപ്പോഴുണ്ടല്ലോ കൊറേ പണവും സ്വർണ്ണവും ഒക്കെ കണ്ടു. നമ്മള് 3 പേരും ചേർന്ന് 7 ജന്മങ്ങള് ജോലി എടുത്താലും ഇത്രയും പണം ഉണ്ടാക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് കാശുണ്ട് ഇവിടെ. അതെയോ? ആ അമ്മാവാ, നമ്മളിപ്പോഴേ കുറച്ച് ബുദ്ധി പ്രയോഗിച്ചാലേ ഇനി ജീവിതകാലം മുഴുവൻ നമുക്ക് ജീവിക്കാനുള്ള പൈസ നമുക്ക് കിട്ടും. അപ്പോ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ കാശും ആഭരണം എടുത്തിട്ട് നമുക്ക് രക്ഷപ്പെടാം. ശൈലു, നമ്മൾ അഭിനയം കൊണ്ട് ആസ്വാദകരുടെ ഹൃദയം കവരുന്നവരാണ്, അല്ലാതെ പണം കവരുന്നവരല്ല. ആസ്വാദകരുടെ കയ്യടിയെ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നല്ലാതെ നമ്മുടെ വയറ് നിറയ്ക്കില്ലല്ലോ. അതിനെ കാശ് വേണം, കാശ് വേണം. ഞാൻ എന്തായാലും ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. കാശും അടിച്ചു മാറ്റി ഇവിടുന്ന് പോകുന്നതിനെ ഇതാണ് കറക്റ്റ് ടൈം. അയ്യോ ഷൈലു, മുക്കിലും മൂലയിലും ക്യാമറയുള്ള വീടാണിത്. നമ്മള് കക്കണ്ട, നമ്മളങ്ങനെ ചിന്തിച്ചാൽ തന്നെ പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാ. അമ്മാവ, ലോകത്തിന്റെ കണ്ണടപ്പിക്കുന്നത് തന്നെ കഷ്ടമുള്ളതല്ല, പിന്നെയാണോ ഈ ക്യാമറയുടെ കണ്ണടപ്പിക്കുന്ന കാര്യമേ? ഈ ശൈലു എന്ന് പറഞ്ഞാലേ ബ്യൂട്ടി അല്ലേ? അവൾ ഇന്ന് ചെയ്യുന്നതാണ് ഡ്യൂട്ടി. നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇന്ന് ഞാൻ കാശ് ഇവിടുന്ന് എടുത്തിരിക്കും. ഗെറ്റ് റെഡി ഫോർ റോബറി. അല്ല മോളെ ശൈലു. ശൈലു അമ്മായി, ഇനി എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ റോൾഡ് ഗോൾഡും ഇട്ടോണ്ട് നടക്കുക? അമ്മാവാ, ഈ വാടകയ്ക്കെടുത്ത കോട്ടും ടോപ്പും ഒക്കെ എത്ര നാളെന്ന് വെച്ചാ ഉപയോഗിക്ക? ലൈഫ് ചേഞ്ച് ആവേണ്ടതല്ലേ? അതിന് ഈ ശൈലു ചേഞ്ച് ആക്കി തരാം. ഗെറ്റ് റെഡി. പങ്കു ചേട്ടാ, അതെ, എനിക്കും വേണം ശരിക്കുള്ള സ്വർണം. എത്തി ദാക്ഷായണി, എത്തി. വന്നവൾ നാഗിനിയാണോ അല്ലയോ എന്ന് തെളിയുന്ന സമയം എത്തിയിരിക്കുന്നു. അവൾ നാഗിനിയാണെങ്കിൽ എനിക്ക് ശക്തി ലഭിക്കും. അങ്ങനെയെങ്കിൽ എനിക്ക് അവളിൽ നിന്ന് മുക്തിയും ലഭിക്കും. എന്താ നീ പറയുന്നത് കൃഷ്ണേ? അതെങ്ങനെ സാധ്യമാവും? നമുക്കുള്ള ശാപം ഇന്ന് അനുഗ്രഹമായി തീരും. മനസ്സിലായില്ല, തെളിച്ചു പറയൂ. 3 ദിവസത്തിലൊരിക്കൽ തിരിച്ചു വരുന്ന എന്റെ ശാപം, എന്റെ 3 ദിവസത്തെ ജീവിതം. ഇതെന്റെ 3ാമത്തെ ദിവസമാണ്. രക്തവും മജ്ജയും മാംസവുമുള്ള പെണ്ണിന്റെ ദേഹം വേണ്ടി വരുന്ന ദിവസം. ഇന്നത്തെ എന്റെ ബലിമൃഗം ഈ വീട്ടിലെ മരുമകളായി വന്നവളാണ്. അവൾ നാഗിനിയാണെങ്കിൽ അവളുടെ നാഗരക്തം എന്റെ ശരീരത്തിൽ ചേർന്നാൽ അവൾക്കുള്ള രൂപം മാറ്റാനുള്ള ശക്തി എനിക്കും വന്നു ചേരാം. അവൾ നാഗിനി അല്ലെങ്കിൽ അവളുടെ രക്തത്തിന്റെ കൂടെ അവളുടെ പ്രാണന് ഞാൻ എടുക്കും. അവിടെ അവൾ അവസാനിക്കും. എനിക്ക് ജീവിതവും കിട്ടും. അവൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തൃശൂൽ എന്തായാലും എന്നെ കല്യാണം കഴിക്കും. എനിക്ക് ശാപമോക്ഷം കിട്ടി എന്റെ സുന്ദര ജീവിതം ഞാൻ തുടങ്ങും. കൃഷ്ണേ, രാത്രിയിൽ നിന്റെ രൂപം മാറിയിരുന്നു. നിനക്ക് രക്തം വേണമായിരുന്നു. നീ എന്ത് ചെയ്തു? ഏതോ കൂലിപ്പണിക്കാരിയായ ഒരു യുവതി, അവളാണ് എന്റെ യൗവനത്തിനുള്ള ആഹാരം. എന്താ മോനെ ധനഞ്ജയ, എപ്പോ നോക്കിയാലും വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ. എസ്റ്റേറ്റിലേക്കൊന്ന് പോയി നോക്കിട്ട് വാ. ദിഗ്വിജയൻ ഇല്ലാതായിട്ട് എത്രയോ ദിവസങ്ങളായി. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആവോ. നീ അതൊക്കെ പോയി ഒന്ന് ശ്രദ്ധിക്കണം. പോയി നോക്കിയിട്ട് വന്നതാണല്ലോ അമ്മേ. ആദ്യം വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവട്ടെ. വീട്ടിലെ പ്രശ്നങ്ങളോ? എന്താ ഇവിടെ ഇത്ര പ്രശ്നങ്ങള്? കൊച്ചമ്മേ, വാ നന്ദിച്ച. അയ്യോ, ഇതെന്താ കീ ഇവിടെ കിടക്കുന്നത്?
അയ്യോ, ഇതിലുണ്ടായിരുന്ന പണം സ്വർണ്ണമൊക്കെ എവിടെ പോയി? ഇന്നലെയും കൂടെ ഉണ്ടായിരുന്നതാ ഇതിനകത്ത് സ്വർണ്ണം പണം. അദ്ദേഹം ആണെങ്കിൽ നാട്ടിലുമില്ല. അപ്പൊ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അയ്യോ, ഇവിടെ ഉള്ളവരോടൊക്കെ പറയാം. അതാ നല്ലത്. ശൈലു, ശിവാനി, ഇതോടെ പോയി. ഓ, എന്നെ കളിപ്പിക്കായിരിക്കുമല്ലോ. കിടക്കുന്ന പോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എവിടെയോ പോയിരിക്കായിരിക്കും. കുഴപ്പമില്ല, എന്തായാലും രാവിലെ ഒന്ന് എഴുന്നേറ്റല്ലോ. ഡ്രാമ മേഡം. ഡ്രാമയ്ക്കൊന്നും ഒരു കുറവില്ല. എന്ത് ചെയ്തോണ്ടിരിക്കായിരിക്കും എന്തോ. ശിവാനി, ഇതെന്താ വാതിലൊക്കെ തുറന്നു കിടക്കണല്ലോ? ഇവിടെയെങ്കിലും കാണുന്നില്ല. എവിടെ പോയതായിരിക്കും? അയ്യോ, പുറത്തെവിടെയെങ്കിലും പോയി വല്ല പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കോ? എന്തെങ്കിലും ചെയ്തോട്ടെ, വെറുതെ ഓവർ ആക്ടിങ് ചെയ്ത് കൊളാക്കാതിരുന്നാ മതി. ഈശ്വര, എന്തെങ്കിലും മണ്ടത്തം കാണിക്കുമല്ലോ. ശിവാനി. അയ്യോ, എന്താ ചേച്ചി ഇത്? ചുമ്മാ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട്. ഓ, അയ്യോ, ഇതെന്താ ഇത്? കാശൊക്കെ എങ്ങനെ ഇട്ടിരിക്കുന്നത്? എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. അതവിടെ കിടക്കട്ടെ. നീ നോക്കിയ ലോക്കറിൽ ഇരുന്ന് ആഭരണം പൈസ ഒന്നും കാണുന്നില്ല. ഗോവിന്ദ, ഇന്നലെ രാത്രിയിലും കൂടെ ഞാൻ കണ്ടതാടാ. എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ്. ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കേച്ചി. വേറെ എവിടെയെങ്കിലും വെച്ച് കാണും. അയ്യോ, വേറെ എവിടെ കൊണ്ട് വെക്കാനാടാ? പോയി എല്ലാരും വിളിച്ചോണ്ട് വാ. എന്താ ചേച്ചി ഇത്? 1 രൂപ ചോദിച്ച തരത്തില്ല. ഇപ്പോഴാണെങ്കിൽ 1 രൂപ പോലും ഇല്ലാതെ എല്ലാം ആരും എടുത്തോണ്ടും പോയി. എങ്ങനെയോ വന്ന കാശ് എങ്ങനെയോ പോയെന്ന് പറഞ്ഞ പോലെ ആയി. നിന്റെ വാചകോടി നിർത്തിട്ട് അവരെ വിളിച്ചോണ്ട് വരാമോ? എന്റെ ഈശ്വര, ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? അയ്യോ, എന്റെ ദൈവമേ, ലോക്കറിലുള്ളത് മുഴുവൻ ആരോ എടുത്തോണ്ട് പോയല്ലോ. അയ്യോ എന്റെ ദൈവമേ, ആരോ ശരിക്കും പ്ലാൻ ചെയ്ത് തന്നെ ഇവിടെ വന്നത്. ആരാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഗോവിന്ദ, എടാ ഗോവിന്ദ, എന്തു പറ്റി? തലയ്ക്ക് എന്തെങ്കിലും അടി കിട്ടി? നിന്റെ ഉള്ള ബോധവും കൂടെ പോയോ? പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് വെറുതെ വിളിച്ചു പോകുന്നേ? എന്റെ അമ്മായി ലോക്കറിലിരുന്ന് മുഴുവൻ മോഷ്ടിച്ചോണ്ട് പോയി. അല്ല അങ്കിൾ, നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ? ആദ്യം നിങ്ങൾ അവിടെ എവിടെയും തൊടാതെയുള്ള സംസാരം നിർത്തിയിട്ട് കാര്യം എന്താണെന്ന് പറയൂ. എന്റെ മോളെ, നീ ഒന്നും മിണ്ടാതിരിക്കേ. കൊച്ചളിയാ, കാര്യം മനസ്സിലായോ? ചേച്ചി കാശ് വെക്കാൻ വേണ്ടി ലോക്കറിന്റെ വാതിൽ തുറന്നു. അകത്തേക്ക് നോക്കിയപ്പോ അവിടെ വെച്ചിരുന്ന ആഭരണങ്ങളും ഇല്ല, പണവും ഇല്ല. എല്ലാം കാലിയായി കിടക്ക. നിന്റെ തലക്കെന്താ നല്ല സുഖമല്ലേ? അല്ല, ലോക്കറിലുള്ള പണമൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞ അതെങ്ങനെ സംഭവിക്കാനാ? നീ വെറുതെ തമാശ പറയല്ലേ? വേണമെങ്കിൽ നിങ്ങൾ തന്നെ പോയി നോക്കുക കൊച്ചളിയാ. വാ വാ, എല്ലാരും വാ, വേഗം വാ. വാ വാ, വേഗം വാ. വാ, നോക്ക്, ശരിക്കും നോക്ക്. അല്ല, ഇതെങ്ങനെ സംഭവിക്കും? ലോക്കറിൽ വെച്ചിരിക്കുന്ന പണവും ആഭരണവും എല്ലാം കാണുന്നില്ലെന്ന് പറഞ്ഞ ഇതാരായിരിക്കും ചെയ്തത്? എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. നന്ദീശ, ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ? ഞാൻ വന്നതിന് ശേഷം ഇങ്ങോട്ട് ആരും വന്നായിട്ട് ഞാൻ കണ്ടില്ല. ഈ കീ നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരുന്നില്ലേ? അതോ ഇനി ആർക്കെങ്കിലും കൊടുത്തായിരുന്നോ? കീ എന്നെ തന്നെയായിരുന്നു. ദമയന്തി, നീ ശിവാനിയുടെ കയ്യിൽ കീ കൊടുത്തിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കാര്യം നടന്നത് അവൾ അറിയാതെ സംഭവിക്കാൻ യാതൊരു ചാൻസും ഇല്ല. ശിവാനി. ഗോവിന്ദ, കൊച്ചളിയാ, ആദ്യം പോയി ശിവാനി എവിടെയാണെന്ന് നോക്ക്. ശരി. കാത്തിരിക്കായിരുന്നു ഞാൻ. ഇപ്പോഴാണൊരു അവസരം കിട്ടിയത്. ഇതോടെ അവളുടെ ജാതകം ഞാൻ മാറ്റി എഴുതും.